ഹലോ ഗായ്സ്, ആനമയിലൊട്ടകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കേരളാസ് ലാർജസ്റ്റ് സിപ്പ് ലൈൻ സ്ഥിതി ചെയ്യുന്ന കാരാപ്പുഴ അഡ്വഞ്ചർ പാർക്കിലെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. വയനാട് ജില്ലയിലെ കാരാപ്പുഴയിലാണ് ഈ ഒരു അഡ്വഞ്ചർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. സിപ്പ് ലൈൻ കൂടാതെ ജയൻറ്റ് സ്വിംഗ്, ഫ്ലൈയിങ് ചെയർ, ട്രാംപോളിൻ പാർക്ക്, പിന്നെ കുട്ടികൾക്കായി പ്രത്യേകം റൈഡുകൾ എന്നിവയെല്ലാം അടങ്ങിയതാണ് കാരാപ്പുഴ അഡ്വഞ്ചർ സോൺ. ഓരോ അഡ്വഞ്ചറിനും പ്രത്യേകം ഫീസാണുള്ളത്. നമ്മൾ സെലക്ട് ചെയ്തത് സിപ്പ് ലൈനാണ്. ഒരാൾക്ക് 390 രൂപയാണ് ഫീസ് വരുന്നത്. മിനിമം 40 kg വെയിറ്റും ഉണ്ടായിരിക്കണം. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള സിപ്പ് ലൈനിൽ കയറുന്നതിന് വേണ്ടിയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് ആയിട്ടുള്ള ബെൽറ്റ്, അതുപോലെ തന്നെ ഹെൽമെറ്റ്, ഇതെല്ലാം അവിടെയുള്ള ആളുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഒരു സെൽഫി സ്റ്റിക്കും പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു സെൽഫി സ്റ്റിക്കിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ ത്രൂ ഔട്ട് സിപ്പ് ലൈനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെൽഫി സ്റ്റിക്കിൽ നമ്മുടെ ഫോൺ ടൈറ്റ് ചെയ്ത് വച്ചിട്ട് നമുക്ക് ഫുൾ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റപ്പ് അവർ റെഡിയാക്കിയേക്കുന്നത്. അത് അടിപൊളിയാണ് കേട്ടോ. കാരണം നമ്മളെല്ലാവരും സെൽഫി സ്റ്റിക്ക് കൊണ്ട് നടക്കുന്ന ആളുകളല്ലല്ലോ. അങ്ങനെ ഹെൽമെറ്റ് എല്ലാം വെച്ച് ധൈര്യമില്ലെങ്കിലും പേടിയാണെങ്കിലും ജസ്റ്റ് ഒരു ഫൺ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും അതിനുവേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അതിനുശേഷം അവർ നമ്മളെ അവരുടെ ഒരു ജീപ്പിൽ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് കാരാപ്പുഴ ഡാം. ഈ ഒരു പാർക്കിനുള്ളിലേക്ക് കടക്കുന്നതിന് തന്നെ ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ. 30 രൂപയാണ് ഫോർ അഡൾട്ട്സ്, കുട്ടികൾക്ക് 10 രൂപയാണ്. ഈ ഒരു അഡ്വഞ്ചർ സോണാണ് കാരാപ്പുഴ ഡാമിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഏരിയ. അങ്ങനെ ഞങ്ങളെല്ലാവരും ജീപ്പിൽ കയറി സിപ്പ് ലൈനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ചെറുതായിട്ട് പേടിയാവാൻ തുടങ്ങി. കാരണം ഈ ഒരു ഡാമിൻ്റെ മുകളിലൂടെയാണല്ലോ നമ്മൾ സിപ്പ് ലൈനിൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും പയ്യെ പേടിയാവുന്നുണ്ട്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ധൈര്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല, എല്ലാം സെറ്റാണ്, ഒട്ടും പേടിക്കേണ്ട, ഫുൾ സേഫാണ്, ഫുൾ സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ ഏതായാലും ലാസ്റ്റാണ് കേട്ടോ കയറിയത്. എല്ലാവരും പോണത് എങ്ങനെയാണ്, ഈ സെൽഫി സ്റ്റിക്ക് എങ്ങനെ പിടിക്കാൻ പറ്റും, മൊത്തത്തിൽ കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഓരോരുത്തരും പോകുന്നത് എങ്ങനെയാണെന്നൊക്കെ നോക്കി അങ്ങനെ ഞങ്ങളുടെ ഊഴമെത്തി. അപ്പോഴേക്കും നല്ല പേടിയായി തുടങ്ങി, കൈയെല്ലാം ഷിവർ ചെയ്യാൻ തുടങ്ങി. മൊത്തത്തിലാകെ കയറണോ വേണ്ടയോ, ഇപ്പം തന്നെ ഇറങ്ങി പോകണോ, തിരിച്ചു പോകാനാണെന്നുണ്ടെങ്കിൽ നമ്മളെ അവിടെ ജീപ്പിൽ കൊണ്ടാക്കിയിട്ട് ആ ജീപ്പ് പോയി അടുത്ത ട്രിപ്പ് ആളുകൾ എടുക്കാൻ വേണ്ടിയിട്ട്. മൊത്തത്തിൽ കൺഫ്യൂഷനായി. മാത്രമല്ല ഈ നമുക്ക് തരുന്ന സെൽഫി സ്റ്റിക്ക് ഇരുമ്പ് കൊണ്ടുള്ളതാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല ഹെവി ആയിട്ടുള്ളൊരു സ്റ്റിക്കാണ്. ഫോണെല്ലാം ടൈറ്റാക്കി വെച്ചിരുന്നുണ്ടെങ്കിലും ആ ഒരു സ്റ്റിക്കിന് നല്ല വെയിറ്റ് ഉണ്ട്. സ്റ്റിക്കിന് താഴെ ചെറിയൊരു വള്ളി പോലെ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ കുടുക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിക്ക് താഴെ വീഴില്ല. സ്റ്റിക്ക് താഴെ വീണാലാണല്ലോ ഫോണും താഴെ വീഴുള്ളൂ. അപ്പോൾ അതെല്ലാം സെറ്റാക്കി റെഡിയാക്കിയിട്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്പിൽ നമ്മളെ അവരെ ഇരുത്തും. ഓക്കെ, അപ്പോഴത്തേക്കും എൻ്റെ കൺട്രോൾ മൊത്തം പോയി. പേടിയാവണു എന്നിങ്ങനെ ഏട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നുമില്ല, കൂളാണ് എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ എന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇവരാണെന്നുണ്ടെങ്കിൽ 2 സിപ്പ് ലൈൻ ഉണ്ട് ടോട്ടൽ. അപ്പോൾ ഞാൻ അവരോട് പറയുന്നുണ്ട് ടുഗെദർ. അവർ മലയാളികളല്ല, നമുക്കിത് ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ഒരുമിച്ച് വിട്ടാൽ മതി, ഞങ്ങളെ 2 പേരും ഒരുമിച്ച് വിട്ടാൽ മതി എന്ന് ഞാനിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവരോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുമിച്ച് വിട്ടാൽ മതി എന്ന്. അപ്പോൾ അവർ ഓക്കെ എന്ന് പറയുന്നുണ്ട്. എൻ്റെ പേടി കണ്ടിട്ട് അവർക്കും ആകെ ചിരി വരുന്നുണ്ടായിരുന്നു. ഒന്നുമില്ല, ഇത് ചെറുതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സിപ്പ് ലൈനിൽ കയറിയേക്കാണ്. പിന്നെ എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുമല്ലോ എത്രത്തോളം ടെൻഷൻ ഉണ്ട് എന്ന്. അപ്പോൾ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് 5 സെക്കൻഡ്സ് നല്ല പേടിയായിരുന്നേ. പിന്നെ കൂളായി വരുന്നുണ്ട്. സെൽഫി സ്റ്റിക്കെല്ലാം നേരെയൊക്കെ പിടിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എൻ്റെ കൈ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ അത്രയും ടൈറ്റായിട്ട്, ഒരിക്കലും വീണ് പോകരുത് എന്ന് വിചാരിച്ചിട്ട് ടൈറ്റായിട്ടാണ് കേട്ടോ പിടിച്ചേക്കുന്നത്. ചില ആളുകൾ ഇതിങ്ങനെ പിടിക്കുകയില്ല, 2 കൈയും ഫ്രീ ആക്കിയിട്ടിട്ട്. അപ്പോൾ നമുക്ക് കൂളായിട്ട് എല്ലാം സെൽഫി സ്റ്റിക്കും കൂളായിട്ട് പിടിക്കാൻ പറ്റും. ഞാൻ നല്ല പ്രഷർ കൊടുക്കുന്നുണ്ട്, എങ്ങാനും വീഴരുതേ എന്ന് വിചാരിച്ചിട്ട്. താഴെ കാണാൻ നല്ല സൂപ്പർബാണ് കേട്ടോ, സൂപ്പറാണ്, അടിപൊളി വൈബാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, വയനാട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. സൂപ്പർ വ്യൂ ആണ്, ഒട്ടും പേടിക്കാനില്ല.
നല്ല എല്ലാ സേഫ്റ്റി മെഷേഴ്സോടും കൂടിയിട്ടാണ് നമ്മൾ സിപ്പ് ലൈനിൽ കയറുന്നത്. ഫുൾ വ്യൂ നമുക്ക് കിട്ടും ഡാമിൻ്റെയും എല്ലാ സൈഡിൻ്റെയും. കണ്ടോ, എന്നെക്കാളും ഫാസ്റ്റായിട്ട് ഏട്ടൻ പോകുന്നുണ്ട്. എൻ്റെ ആ ഒരു ലൈനിൽ മൂവ്മെൻറ്റ് വളരെ സ്ലോ ആയിട്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് പേടിയുമാവും കേട്ടോ, ഇനി എങ്ങാനും സ്റ്റോപ്പ് ആവുമോ അങ്ങനെയൊക്കെ വിചാരിച്ചു. എനിക്ക് മുമ്പ് പോയ ആളുകൾ ഈ ഒരു സെയിം സിപ്പ് ലൈനിൽ തന്നെ പോയ ആളിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇവിടെ എത്തുമ്പോഴത്തേക്കും സ്റ്റോപ്പായി പോയായിരുന്നു. എന്നിട്ട് പിന്നെ അവർ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ എത്തിയിരിക്കുകയാണ്. അടിപൊളി സൂപ്പർബ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു അഡ്വഞ്ചർ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സൂപ്പർബായിരുന്നു. അടിപൊളി വൈബാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഈ ഭാഗത്ത് വയനാട് വരാനൊക്കെ ട്രിപ്പിനായിട്ട് വരാനൊക്കെ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. ഇത് മാത്രമല്ല, ഇതുപോലെ തന്നെ ജയൻറ്റ് സ്വിങ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വേറെ അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള റൈഡുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ഊരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷൂ അല്ലെങ്കിൽ ചപ്പൽസോ ഒക്കെ താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ റബ്ബർ കൊണ്ടൊന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ റബ്ബർ ബാൻഡ് കൊണ്ട്. അപ്പോൾ അതും സേഫാണ്, നമ്മുടെ ചപ്പലും എല്ലാം സേഫാണ്. അപ്പോൾ അതെല്ലാം എല്ലാ സംഭവവും ഊരി കൊടുത്തു. അത് കഴിഞ്ഞ് അടിപൊളിയാണ്, സൂപ്പറാണ്. പ്രഭു ഹായ് കൂടെ, ഹായ് ഹായ് കൂടെ അണ്ണാ, ഹായ് ഹായ് ഉന്നേച്ചി, ഹായ് ഹായ് ഉന്നേച്ച്, ഇവിടെ ഇവിടെ ഉറച്ചിരിക്കുക. അപ്പോൾ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു, ബൈ.